നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവാത്ത, എന്നാൽ കേട്ടാൽ ത്രില്ലടിപ്പിക്കുന്ന, ബാക്കി എന്താവും എന്ന് ചിന്തിച്ചിരിക്കുന്ന വളരെ രസകരമായ ഒരു ചരിത്രമാണ് നമ്മളിന്ന് പറയുന്നത്. അത് ആസുറ ബീവിയുടെ ചരിത്രമാണ്. അഫ്സൂസ് എന്ന രാജ്യത്തെ രാജാവായിരുന്ന അബ്ദുള്ള രാജാവിൻ്റെ ഭാര്യയാണ് ആസുറ ബീവി. ആസുറ ബീവി എന്നാൽ അള്ളാഹുവിനെ വളരെയധികം ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അന്യപുരുഷന്മാർ അവരെ കണ്ടിട്ടേയില്ല. അതായത് അന്യപുരുഷന്മാർ കാണും വിധം അവർ പുറത്തേക്കൊന്നിറങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെ ഒരു ദിവസം അബ്ദുള്ള രാജാവിന് ഹജ്ജിന് പോകാൻ സമയമായി. അങ്ങനെ അവർ അവരുടെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഞാൻ ഈ വർഷം ഹജ്ജിന് പോവുകയാണ്. ഈ വർഷം ഞാൻ തനിച്ചു പോകാം. ഇൻഷാ അല്ലാ അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ മന്ത്രിമാരെയും മറ്റും വിളിച്ചുകൂട്ടി അവർ ഹജ്ജിന് പോകുന്ന വിവരമെല്ലാം പറഞ്ഞു. കൂടാതെ ആ രാജ്യവും ആ രാജാവിൻ്റെ എല്ലാ കാര്യങ്ങളും, ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ അവരുടെ അനിയനായ അബ്ദുറഹ്മാൻ എന്ന ആളെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പം മടങ്ങി വരുന്നവരെ അബ്ദുറഹ്മാൻ ആയിരിക്കും ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക എന്ന് അബ്ദുള്ള രാജാവ് തൻ്റെ മന്ത്രിമാരോടും മറ്റ് കൊട്ടാരത്തിലെ ആളുകളോടും പറഞ്ഞു. അങ്ങനെ അബ്ദുള്ള രാജാവ് പുറപ്പെട്ടു. അനിയൻ അബ്ദുറഹ്മാൻ ഭരണം ഏറ്റെടുത്ത് കാലങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിൻ്റെ വീട്ടിലേക്ക് വിശേഷ വിവരങ്ങൾ അന്വേഷിക്കാനായി പോയി. ആ സമയത്തെല്ലാം നമ്മുടെ മഹദി ആസുറ ബീവി ഒരു മറക്ക് പിന്നിൽ നിന്നാണ് സംസാരിക്കാറ്. ഒരു ദിവസം അബ്ദുറഹ്മാൻ അസ്ർ നിസ്കാരത്തിൻ്റെ സമയത്ത് അബ്ദുള്ള രാജാവിൻ്റെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് ആസുറ ബീവി അസ്ർ നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കാൻ പുറത്തിറങ്ങിയ സമയമായിരുന്നു. ബീവി ആസുറ മുഖമക്കനിയും കൈയും എല്ലാം കയറ്റിവെച്ച് വുളു എടുക്കുന്നത് ഒരു മറക്ക് പിന്നിൽ നിന്നും അബ്ദുറഹ്മാൻ ശ്രദ്ധിച്ചു. ആസുറ ബീവിയുടെ ഭംഗി കണ്ട അബ്ദുറഹ്മാൻ അമ്പരന്നു പോയി. വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഭംഗി. പിന്നെ അബ്ദുറഹ്മാൻ 5 നേരവും വരലായി. ബീവി ആസുറ വുളു എടുക്കുമ്പോൾ അബ്ദുറഹ്മാൻ മാറി നിന്ന് ശ്രദ്ധിക്കും, ആ ഭംഗി കണ്ട് ആസ്വദിക്കും. അങ്ങനെ ഒരു ദിവസം ആസുറ ബീവി അബ്ദുറഹ്മാൻ എന്നെ മറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം ആസുറ ബീവി അകത്തു നിന്ന് തന്നെ വുളു ഉണ്ടാക്കി നിസ്കരിക്കലായി. അങ്ങനെ ആയപ്പോൾ അബ്ദുറഹ്മാന് ക്ഷമയിട്ടു. ഒരു ദിവസം അബ്ദുറഹ്മാൻ ബീവി ആസുറയോട് ചോദിച്ചു, അല്ലയോ ആസുറ, ഞാൻ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയിരിക്കുന്നു. അതിനാൽ ഒരു തവണയെങ്കിലും എന്നോട് കൂടെ കിടപ്പറ പങ്കിടണം. അത് അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ ബീവി ആസുറ വളരെ ദേഷ്യത്തിൽ അവനോട് പറഞ്ഞു, ചീ, മാറി നിൽക്കട്ടെ, ഞാൻ നിന്റെ സഹോദരൻ്റെ ഭാര്യയാണ്. അള്ളാഹു ഇതെല്ലാം കാണില്ലേ? നിനക്ക് അള്ളാഹുവിനെ ഭയമില്ലേ? എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത്. അബ്ദുറഹ്മാൻ ആകെ പേടിച്ചു കൊട്ടാരത്തിലേക്ക് പോയി. കുറച്ചു ദിവസത്തിന് ഭരണകാര്യത്തിൽ ഇല്ലാതെയായി. അങ്ങനെ ആയപ്പോൾ അബ്ദുറഹ്മാൻ്റെ ഏറ്റവും അടുത്ത 4 സുഹൃത്തുക്കൾ വന്ന് കാര്യം അന്വേഷിച്ചു. അബ്ദുറഹ്മാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നെ ആട്ടിപ്പായിച്ച് അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ്റെ കൂട്ടുകാർ ആസുറ ബീവിക്കെതിരെ വലിയ ഒരു ചതിപ്രയോഗം ആവിഷ്കരിക്കുകയാണ്. അവർ അബ്ദുറഹ്മാനോട് പറഞ്ഞു, ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ രാജാവ് നീയാണ്. അതുകൊണ്ട് ആസുറയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പാകത്തിന് കാരണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം. കോടതിക്ക് മുമ്പിൽ വ്യഭിചാരിയായ സ്ത്രീയായി ഞങ്ങൾ ആസുറയെ എത്തിച്ചു തരാം. നീ അവളെ മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചാൽ മാത്രം മതി. അതും പറഞ്ഞ് അവർ പിരിഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ്റെ കൂട്ടുകാരായ 4 പേരും നേരെ പോയത് ആസുറ ബീവിയുടെ വേലക്കാരനായ സെയ്ദിൻ്റെ അടുത്തേക്കാണ്. അവർ സെയ്ദിനോട് പറഞ്ഞു, സെയ്ദേ, നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് അബ്ദുറഹ്മാൻ ചെറിയ പ്രശ്നത്തിലാണ്. അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ അബ്ദുറഹ്മാൻ്റെ തല ഉണ്ടാകില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണം. ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ സെയ്ദിനോട് പറഞ്ഞു.